സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ടോം ഓലിക്കലും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അടിയന്തരമായി സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങണമെന്നുള്ള ആവശ്യമാണ് ടോം ഓലിക്കലും അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ സ്കൂളിൽ നടന്ന പള്ളുരുത്തിയിലെ സ്കൂളിലെ നടന്ന ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് സംബന്ധിച്ച് ഗൗരവ തരത്തിൽ സഭാനൃത്തം പഠിക്കുന്നുണ്ട്. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാവുന്നുണ്ട്. ഇക്കാര്യങ്ങളെ വളരെ ഗൗരവത്തോട് കാണുന്നു. അക്കാര്യങ്ങൾ പഠിച്ച ശേഷം മറുപടി പറയാമെന്നുള്ള പ്രതികരണമാണ് സിറോ മലബാർ സഭയുടെ വക്താവും നൽകിയത്. എന്തായാലും ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ക്രൈസ്തവ സഭാ നേതൃത്വം. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് അടിയന്തരമായി പുറത്തിറങ്ങണം. വാക്കാലുള്ള ഉറപ്പല്ല, നേരെ മറിച്ച് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSSന് അനുകൂലമായ ആ നിലപാട് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഉത്തരവ് അത് മറ്റ് ക്രൈസ്തവ സഭകൾക്കും ബാധകമാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഒരുമിച്ച് സ്വാഭാവികമായിട്ടും ഇതിലൊരു എതിർപ്പ് വരും. ഇപ്പോൾ തന്നെ ഭിന്നശേഷി സംഘടനകൾ ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. മാനേജ്മെന്റുകളെ സർക്കാർ സംരക്ഷിക്കുന്ന ഈ നിലപാട് നേരത്തെയുള്ള സർക്കാർ നിലപാടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്ന രീതിയിലുള്ള ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. അത് സർക്കാരിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കില്ലേ ഇപ്പോൾ ഈ ഉത്തരവ് എന്ന കാര്യത്തിൽ കൂടി ഈ ആവശ്യം ഉയരുന്ന സാഹചര്യത്തിൽ? ധന്യ, നേരത്തെ തന്നെ സഭാ നേതൃത്വം വ്യക്തമാക്കിയതാണ് ഭിന്നശേഷി സംവരണത്തിന് സഭാ നേതൃത്വം എതിരല്ല. ഭിന്നശേഷി സംവരണത്തിന് സഭാ നേതൃത്വം എതിരാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരടക്കം പല കോണുകളിൽ പറഞ്ഞത് നേരത്തെ തന്നെ പല ബിഷപ്പുമാരുടെ പ്രതികരണങ്ങളിൽ കണ്ടതാണ്. ഇത്തരത്തിൽ ക്രൈസ്തവ സഭാ വിഭാഗം മുഴുവൻ ഭിന്നശേഷി സംവരണത്തിന് എതിരാണ് എന്ന് വരുത്തി തീർക്കുന്നതാണ് ഇത്തരത്തിലുള്ള സർക്കാർ നടപടിയിലൂടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവണം, NSSന് അനുകൂലമായ നിലപാട് വേണമെന്നാണ് സഭാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഭിന്നശേഷി സംഘടനകളുടെ ആശങ്കകൾ അത് കേൾക്കാൻ സഭാ നേതൃത്വം തയ്യാറായാണ്. ഏറ്റവും യോഗ്യരായ അധ്യാപകരെ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യരായ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിലടക്കം ഉള്ള ചില മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പലപ്പോഴും പലർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. എല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള കാര്യമാണ് സഭാ നേതൃത്വം പറയുന്നത്. നേരെ മറിച്ച് സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകൾ ഭിന്നശേഷി സംവരണത്തിന് പൂർണ്ണമായും എതിരാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്നതാണ് സഭാ നേതൃത്വം പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ആവശ്യം സഭാ നേതൃത്വം നിരന്തരമായി ആവശ്യപ്പെടുന്നു. നേരത്തെ തന്നെ സഭയുടെ ഭാഗത്തുനിന്നും വിവിധ കോണുകളിൽ നിന്നും ഇത് സംബന്ധിച്ച് പ്രതിഷേധങ്ങൾ ഉയർന്നു. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ ഇത് സംബന്ധിച്ച് സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി മുൻ പ്രതികരണങ്ങളിൽ നിന്നും അയവ് വരുത്തി ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി മാർ തോമസ് തറയിലിനെ കണ്ടതും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിപ്പോ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിലാണ് സർക്കാരിന്റെ നിലപാട് മാറ്റുമെന്ന് ഓൾറെഡി ഒരു പേര് അവിടെ കിടക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നുമുണ്ട്. നാളെ കോടതി കേസ് പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ പെട്ടെന്നൊരു തീരുമാനത്തിലേക്കോ ഇല്ലെങ്കിൽ ഈ ഉത്തരവ് എന്ന കാര്യത്തിൽ ഏത് തരത്തിലായിരിക്കും സർക്കാർ കൈകാര്യം ചെയ്യുക? സർക്കാർ ഇതിന്റെ നിയമസാധുത ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിരോധമായിരുന്നു ആദ്യം ഘട്ടം മുതൽ നൽകിയിരുന്നത്. NSS സുപ്രീം കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് വാങ്ങി. അത് സംബന്ധിച്ച് NSSന് അനുകൂലമായ ഉത്തരവ് ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കും വിധമുള്ള ഇടപെടൽ നടത്തണമെങ്കിൽ അതിന് ചില നിയമപ്രശ്നങ്ങളും നിയമ സാധുതകൾ തേടേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടായിരുന്നു സർക്കാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സഭകൾ നേരിട്ട് കോടതിയിൽ പോയി ഇതിന് അനുകൂല നിലപാടെടുക്കൂ എന്നുള്ള പ്രതികരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് സഭാ നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. സഭ നേരിട്ട് പോയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്? അതൊരു ജനാധിപത്യ സർക്കാർ അത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നതായിരുന്നു സഭാ നേതൃത്വത്തിന്റെ നിലപാട്. അക്കാര്യം ആവർത്തിക്കുകയാണ് ഇന്ന് ചേർന്ന യോഗത്തിന് ശേഷവും. എന്തായാലും സർക്കാരിന് മേൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മർദ്ദം ശക്തമാക്കുകയാണ് ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകൾ. അടിയന്തരമായി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSSന് അനുകൂലമായി സ്വീകരിച്ച നിലപാട് അത് സർക്കാർ സഭാ നേതൃത്വങ്ങൾക്കും ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും വിധം ഉത്തരവിറക്കുകയാണ് ഇതിന് പരിഹാരമെന്നുള്ള നിർദ്ദേശമാണ് സഭാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്.